തെറ്റിദ്ധരിപ്പിക്കും. ആലോചിച്ച് നോക്കൂ, എത്ര ഗുരുതരമായ നീക്കങ്ങളാണ് അവരുടേത് എന്ന് മാന്യ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുകയാണ്. അത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇന്ത്യൻ മുസ്ലിംകളെ ആകമാനം വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായി. ഇന്ത്യയിൽ ഉള്ള മുഴുവൻ മുസ്ലിം സമുദായത്തെയും ആകമാനം വേദനിപ്പിച്ചതാണത്. അതെന്തായെന്ന് വെച്ചാൽ, പണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് അവര് ക്രിസ്ത്യൻ ചിന്താഗതിയും പാശ്ചാത്യ രീതിയും ഇന്ത്യൻ കോടതികളിൽ നടപ്പിൽ വരുത്താൻ വേണ്ടി, പൊതു നിയമമായി നടപ്പിൽ വരുത്താൻ വേണ്ടി ഉരുപെട്ടു. ഭരണകർത്താക്കളാണല്ലോ അവര്. അങ്ങനെ ഉരുപെട്ടപ്പോൾ ഇന്ത്യൻ മുസ്ലിംകൾ അവരുടെ നേതാക്കൾ ഉണർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറയുകയുണ്ടായി, ഞങ്ങളുടെ മതത്തിൽ കൈവെക്കരുത്. അത് കൈവച്ചാൽ സംഗതി പറയാം. ഞങ്ങളെ സംബന്ധിച്ച് വല്ല കേസും കോടതിയിൽ വന്നെത്തിയാൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു മുസ്ലിമും തമ്മിൽ, മുസ്ലിമും അമുസ്ലിമും അല്ല കേസ് പറഞ്ഞു, ഒരു മുസ്ലിമും തമ്മിൽ വല്ല കേസും കോടതിയിൽ വന്നെത്തിയാൽ മുസ്ലിം ശരീഅത്ത് നിയമം ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ വിധിക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒറ്റ ഉദാഹരണം നിങ്ങളുടെ മുമ്പിലുണ്ട്. മുസ്ലിം കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു. അയാളുടെ സ്വത്ത് ഭാഗിക്കണം, മക്കൾക്ക് ഭാഗിക്കണം. എന്നാൽ എങ്ങനെ അവർ തർക്കമായി ആ വിഷയം കോടതിയിൽ വന്നെത്തി. അങ്ങനെ വന്നെത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മുസ്ലിം ശരീഅത്ത് നിയമം അനുസരിച്ച് ആൺകുട്ടിക്ക് ഇത്ര വേണം, പെൺകുട്ടിക്ക് ഇത്ര വേണം എന്നാണ് ഹർജി തയ്യാറാക്കുന്നത്. അതനുസരിച്ച് മാത്രമേ കോടതി വിധിക്കുകയുള്ളൂ. നേരെ മറിച്ച് അമുസ്ലിംകളുടെ സ്വഭാവം അതല്ല. അവർക്ക് മറ്റൊരു നിയമം കണ്ടോ. അങ്ങനെ 1936 ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിം സമുദായത്തിന്റെ അവകാശം വകവെച്ചുകൊണ്ട് ശരീഅത്ത് ആക്ട് പാസാക്കി. ആ ശരീഅത്ത് ആക്ട് അനുസരിച്ചാണ് മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ട് നിൽക്കുന്നത്. കോടതിക്ക് അതിനെ മറികടക്കാൻ യാതൊരു അധികാരവുമില്ല. മറികടന്ന് ഒരു വിധി നൽകിയാൽ അത് സാധുവല്ല. അത് മുസ്ലിം സമുദായത്തിന്റെ അഭിമാനമാണ്. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിച്ചതും ആണ്. പക്ഷേ ഇന്ത്യയിൽ അതിനെതിരായിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ പലതും നടന്നിട്ടും. അങ്ങനെ ആ പ്രക്ഷോഭത്തിന്റെ ഫലമായി കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു കേസ് ഒരാൾ കൊടുത്തു. എന്താണ് ആ കേസ്? ഖുർആൻ വിദേശ സാധനമാണ്, അത് ഇന്ത്യന്റെ സാധനമല്ല, അത് ഇന്ത്യന്റെ പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് അത് കടത്തിക്കൊണ്ടുപോകുന്ന സാധനം ആണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ആ ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞൊരു കേസ്. കണ്ടോ എത്ര മാത്രമുണ്ടത്? അത് വിദേശ ചരക്കാണ്, ഡ്യൂട്ടി കൂടാതെ ഇങ്ങോട്ട് എത്തിയതാണ്, അതുകൊണ്ട് അത് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൽക്കത്ത ഹൈക്കോടതി. ഏതിനാ? ഖുർആൻ. അവിടെ എത്തി ചിന്താഗതി. കൽക്കത്ത ഹൈക്കോടതിയെ ആണെങ്കിൽ അത് നിവൃത്തിയില്ലല്ലോ, നിയമം അനുവദിക്കില്ലല്ലോ, അതുകൊണ്ട് ആ ഹരി തള്ളിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി ഒരു കേസിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് അതിന്റെ വിധിന്യായത്തിൽ ഇന്ത്യ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്ത് പറഞ്ഞു, ഇന്ത്യയിൽ മുസ്ലിം നിയമം അമുസ്ലിം നിയമം രണ്ട് നിയമം, ആ രണ്ട് നിയമമാണ് കോടതിയിൽ അത് അരുത്, ഒരു നിയമം ഏത് സിവിൽ കോടതി നടത്തി വരുത്തണമെന്ന ശുപാർശ ഇന്ത്യന്റെ സുപ്രീം കോടതി. ആലോചിച്ച് നോക്കൂ, വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇന്ത്യൻ പാർലമെന്റിന്? അവിടെ ഭൂരിപക്ഷം ആരാണ്? ഒരു ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കിയെടുക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് എന്താണ് പ്രയാസമുള്ളത്? ഒരു പ്രയാസവുമില്ല.
ആ സമയത്താണ് മുസ്ലിം നേതാക്കൾ, അവിടെയുള്ള മുസ്ലിം നേതാക്കൾ കക്ഷി വ്യത്യാസം മറന്നു. മുസ്ലിം ശരീഅത്ത്, ആ ശരീഅത്തിന്റെ ആക്ട് അത് ഭേദഗതി ചെയ്യാൻ പാടില്ല, അതിൽ കൈകടത്തരുത്. അത് കൈകടത്തിയാൽ ഇന്ത്യയിൽ ഉള്ള 15 കോടി മുസ്ലിംകൾ ഷഹീദാകും, അവർ ഒരിക്കലും അതനുവദിക്കില്ല എന്ന് നിലവിലുള്ള ഗവൺമെന്റിനോട് പറഞ്ഞു. അവരെന്ത് ചെയ്തു എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായം അതിന് ശേഷമല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യില്ല എന്ന് വാദിച്ചു. ആ സന്ദർഭത്തിലാണ് മൗലാന അബുൽ ഹസൻ അലി നദ്വി, ഒരു പക്ക ഹനഫിയാണ് അദ്ദേഹം. ഈ സദസ്സിലുള്ള വല്ല എലിമിന്റെ അധികാരം ഉണ്ടെങ്കിൽ അവർ വളരെ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഏറ്റവും വലിയ തെരീഖത്തിന്റെ, നക്ഷബന്ദി തെരീഖത്തിന്റെ മഹാനാണ്, പക്ക ഹനഫിയാണ് അബുൽ ഹസൻ അലി നദ്വി. ആ നിലക്കുള്ള മഹാന്റെ നേതൃത്വത്തിൽ ലോകപ്രസിദ്ധനായ ആലിമും ആണ് അദ്ദേഹം. അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ അബുൽ ഹസൻ അലി നദ്വിയുടെ പേര് കേട്ടാൽ ആരും തന്നെ അത് അനുവദിക്കും. ആ നിലക്കുള്ള വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മുസ്ലിംകൾ മുഴുവൻ തന്നെ സംഘടിച്ചു, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് രൂപീകരിച്ചു, ശരീഅത്തിനെ നിലനിർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രമേയങ്ങൾ പാസാക്കി ഇന്ത്യ ഗവൺമെന്റിന് പണ്ട് തന്നെ അയച്ചിട്ടുമുണ്ട്. ശരീഅത്തിൽ ഒരക്ഷരം വ്യത്യാസപ്പെടാൻ പാടില്ലെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുൻകൂട്ടി ആ കാര്യം കണ്ട് അയച്ചിട്ടും ഉണ്ട്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ മഹാനായ അബുൽ ഹസൻ അലി നദ്വി കേരളം സന്ദർശിച്ചു. ഈ ആവശ്യത്തിന് വേണ്ടി കേരളം സന്ദർശിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പ്രചരണ സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ്? മുസ്ലിം ലീഗാണ്. കാരണം എന്തുകൊണ്ട്? ഇവിടെ 90% മുസ്ലിമീങ്ങളും ആ സംഘടനയുടെ പിന്നിലല്ലേ. പാലക്കാട്ട് തങ്ങന്മാര് അതുപോലുള്ള മഹാന്മാര് അവരുടെ പിന്നിലല്ലേ. എന്ന് 90% മുസ്ലിംകളും അവരെ പിന്നിൽ അല്ലേ. അപ്പൊ അവരല്ലേ അത് ചെയ്യേണ്ടത്. വേറെ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടല്ലോ, അത് രാഷ്ട്രീയ കാര്യവുമല്ലല്ലോ. അത് ഉണ്ടോ? അന്ന് ഇന്ത്യയിൽ മുസ്ലിം ശരീഅത്തിനെ അപഹസിച്ചുകൊണ്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു? അതിനെ പ്രഖ്യാപനങ്ങൾ നടത്തി പലരും പറഞ്ഞു. പക്ഷേ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും എന്ത് ചെയ്തു? അതിനെ കഠിനമായ നേരിട്ടു. കണ്ടോ? അങ്ങനെ നിരീശ്വരവാദികൾ പലരും അതിനെ ആക്ഷേപങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മഹാനായ അബുൽ ഹസൻ അലി നദ്വിയുടെ സന്ദർശനം, കേരളത്തിൽ ഉള്ള സന്ദർശനത്തിന് കോഴിക്കോട് വലിയ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആ മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്വമാണത് യഥാർത്ഥത്തിൽ. അല്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഈ സമുദായം നിലകൊള്ളണം എന്നത് സമസ്തയുടെ ഏറ്റവും മഹത്തായ ലക്ഷ്യമാണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാലും അതാണ്. മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഈ സമുദായം നിലകൊള്ളണം എന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങളോട് സംസാരിച്ചതിലേപ്പോ അങ്ങനെ വരാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്നെ എന്ത് ചെയ്യണം? അതിനോട് യോജിക്കേണ്ടാതെ, അതിൽ സഹകരിക്കേണ്ടാതെ മദ്ഹബ് നിലനിൽക്കണം. മഹാന്മാരായ മദ്ഹബിന്റെ അയിമത്ത് ഇമാമുകൾ അവരുടെ നിലപാട് സ്വീകരിക്കണം. ആ നിലക്ക് മുസ്ലിം സമുദായം ജീവിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ. അതിന് വേണ്ടി പാടുപെടുന്ന മഹാന്മാർ, ആ മഹാന്മാരെ സഹായിക്കാനും അവർക്ക് വേണ്ട സഹകരണങ്ങൾ നൽകുകയും ചെയ്യുകയും സമസ്തയുടെ കഠിനമായ അവകാശം അത് ചെയ്യുകയും ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഷാവയോഗം അത് അംഗീകരിക്കുകയും ചെയ്തു. യോഗം ചേർന്നത്. പക്ഷേ അതിന്റെ കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളിൽ ശരീഅത്തിനെ അപലപിച്ചിട്ടുണ്ടല്ലോ, ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അവരെ പീഡിപ്പിക്കണം, അവരെ സന്തോഷിപ്പിക്കണം എന്നാൽ മാത്രമേ സമസ്ത എന്നീ രാഷ്ട്രീയം നിലപാടിൽ ഞങ്ങൾക്ക് വകവയ്ച്ചു തരില്ല. ഇനി ഞങ്ങൾ പോകുക. എങ്ങോട്ട് പോവുകയാണ്?
അങ്ങോട്ട്. അതാ പിന്നീട് ചിന്താഗതി ഉണ്ടല്ലോ. ആലോചിച്ച് നോക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങൾക്ക് എന്ത് ചെയ്യൂല, ഒരു രാഷ്ട്രീയ നിലപാട് വകവെച്ച് തരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാം, ഇടത്തോട്ട്. കണ്ടോ? ഞങ്ങൾ അസ്ഹാബ് ഷിമാലിന്റെ പുരുക, അസ്ഹാബുൽ ജമീൻ ആവുക. ആലോചിച്ച് നോക്കൂ. അങ്ങനെ പ്രഖ്യാപനം ചെയ്തു. ഒന്നാമത്തെ ഫത്വ എന്താണ്? ഒന്നാമത്തെ ഫത്വ സുന്നികൾക്കാരും ആർക്കും തന്നെ ജായിസല്ല. എന്ത് ജായിസ്? അബുൽ ഹസൻ അലി നദ്വിക്ക് സഹായ സഹകരണങ്ങൾ ഈ ശരീഅത്തിന്റെ കാര്യത്തിൽ ചെയ്യൽ ജായിസല്ല. ഫത്വ. ഈ ഫത്വ ചെയ്തവനെ എന്താ ചെയ്യുന്നത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് സലാമിന്റെ മസല എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇത് സലാമിന്റെ മസല. ഇതാണോ സലാമിന്റെ മസല? എന്താണ് ഇത് മസല? ആരും നോക്കും. കളർ പറയുന്ന ഇതിൽ ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. ചിലര് കൈതിയാവും, അത് എന്റെ കൂടെ ഉണ്ടാവും. അല്ലാത്തവരെല്ലാം കഴുതിയല്ല. എന്ത് നോക്കൂ. എന്താണ് ഇത്? ഈ കാര്യം എന്താണ്? ആലോചിച്ചോ. എത്ര ഗുരുതരമായ സംഗതിയാണത്. ഭാഗ്യവശാൽ 947 ശേഷം ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും മഹത്തായ ഒരു നേട്ടം ആയിരുന്നു അത്. പാർലമെന്റിൽ ആ കാര്യം നിർത്തിവെച്ചു. അതിപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലാന്ന് ഗവൺമെന്റ് പറഞ്ഞു. എന്തുകൊണ്ട്? മുസ്ലിം സംഘടന ശക്തി, ആ ശക്തി ഈ കാലത്തുകൊണ്ട്. ചെറിയ നേട്ടമാണോ അത്? ആലോചിച്ച് നോക്കൂ. അവിടെ യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനം ചെയ്യാൻ കാരണം, അങ്ങനെ ഫത്വ പുറപ്പെടുവിക്കാൻ കാരണം എന്താണ്? ഒരു ന്യായവും ഇതിന്റെയും അടിസ്ഥാനത്തിൽ അല്ല. അത് തനിച്ച് രാഷ്ട്രീയ ചിന്താഗതി, അതായത് മുസ്ലിം ലീഗും ഇത് ശരീഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് വകവയ്ക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിനി അങ്ങോട്ട് പോകും. ഇതല്ലാതെ മറ്റെന്താണ്? കുട്ടികളോട് ചിന്തിച്ച് നോക്കൂ. അതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ചെയ്തതല്ലേ ഈ പ്രവൃത്തി? ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയം